നമസ്കാരം. ഗസയിലെ ഇസ്രായേൽ വംശഹത്യ പരിഹരിക്കണമെന്ന് സുരക്ഷാ കൗൺസിലിനോട് അഭ്യർത്ഥിക്കുന്നതിനിടെ വികാരഭരിതനായിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ പൊട്ടിക്കരഞ്ഞ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ. എനിക്കും പേരക്കുട്ടികളുണ്ട്. അവരെ കുടുംബങ്ങൾക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഫലസ്തീനികളുടെ അവസ്ഥ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനപ്പുറമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വികാരഭരിതമായ വാക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാക്കുകൾ വിതുമ്പിക്കരയുകയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടും എത്തുന്നത്. ഫലസ്തീനിലായാലും ഇസ്രായേലിലായാലും സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. എന്നാൽ ആഗോള പ്രതികരണങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരെ ആക്രമിക്കുന്നതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. അതാർക്കും സാധിക്കില്ല. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും അഭിമാനികളായ ഫലസ്തീനികളാണ്. മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളോടും പെരുമാറണം. ഇടറിയ വാക്കുകൾക്കിടെ അദ്ദേഹം അഭിമാനത്തോടെ തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഫലസ്തീനുകളുടെ ദുരവസ്ഥ അന്താരാഷ്ട്ര സമൂഹം അവഗണിക്കുകയാണെന്ന് മൻസൂർ ആരോപിച്ചു പറഞ്ഞു. ഒലിവ് മരങ്ങളെ കൂടുതൽ ഞങ്ങൾ ഫലസ്തീനികളിൽ തന്നെ വേരൂന്നിയവരാണെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. ഞങ്ങൾ ഒരിക്കലും വാടിപ്പോകില്ല. മാതൃരാജ്യത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ അനിശ്ചിതമായ അവകാശങ്ങൾ എത്രയും വേഗം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു. അതേസമയം ആക്രമണവും ഉപരോധവും നടത്തി ഇസ്രായേൽ ആസൂത്രിത വംശഹത്യ തുടരുന്നതിനിടയിൽ തന്നെ ഗസയിൽ താൽക്കാലിക വെടിനിർത്തലാണ് വൈകില്ലെന്നുള്ള അമേരിക്കയുടെ പുതിയ സൂചന. 2 മാസത്തെ താൽക്കാലിക വെടിനിർത്തലും തുടർന്നുകൊണ്ട് പൂർണ്ണ യുദ്ധവിരാമത്തിനുള്ള നടപടികളുമായി അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതുപോലെയാണ് റിപ്പോർട്ടുകളിലും പറയുന്നത്. ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് സെനഗലിലെ സർവകലാശാലയിൽ നിന്ന് പുറത്തുപോകാൻ നിർബന്ധിതനായി തന്നെ ഇസ്രായേൽ അംബാസിഡർ വന്നു. സെനഗലിലെ ഇസ്രായേൽ അംബാസിഡറായ യുവാൽ വാക്സനാണ് സെനഗൽ തലസ്ഥാനമായ ദാഖറിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെയും അംബാസിഡർ പുറത്തു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സെനഗലിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ചീക്ക് ആൻഡ് ഡിയോബ് സർവകലാശാലയിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇസ്രായേൽ അംബാസിഡറായി എത്തിയത്. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ ഹാളിന് പുറത്ത് നിരവധി വിദ്യാർത്ഥികൾ തന്നെ തടിച്ചുകൂടി ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഫലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നും ഇസ്രായേലെ യുദ്ധകുറ്റവാളികളാക്കി രാഷ്ട്രം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുമൊക്കെ വിളിച്ചു. അതേസമയം വിദ്യാർത്ഥികൾ ഫലസ്തീൻ പതാകകൾ വീശുന്നതും അംബാസിഡറെ കൂകി വിളിക്കുന്നതും പ്രസംഗം നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നതും പ്രചരിക്കുന്ന വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇതോടെ അദ്ദേഹത്തിന് വേദി വിടേണ്ടി വന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ വാക്സിനെ ക്യാമ്പസിന്റെ പുറത്തേക്ക് എത്തിച്ചു. അദ്ദേഹം പോകുമ്പോഴും മുദ്രാവാക്യം വിളിച്ചും പതാകകൾ വീശിയും വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ പിന്തുടരുക തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഗാംബിയ, ഗിനിയ ബിസൗ, കേപ്പ് വെർഡെ, ചാഡ് എന്നിവിടങ്ങളിലെ ഇസ്രായേലിന്റെ നോൺ റെസിഡന്റ് അംബാസിഡർ കൂടിയാണ് വാക്സ്. ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരായ സാമൂഹിക പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഗസയിലേക്ക് ഗ്ലോബൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. 31 രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമാണ് ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന പരിപാടി ജൂൺ 12-ന് ഈജിപ്തിൽ ആരംഭിക്കും. ഈജിപ്തിൽ നിന്നും റഫ അതിർത്തിയിലേക്കാണ് മാർച്ച്. ഗസയിലേക്ക് അടിയന്തര മാനുഷിക സഹായം ലഭ്യമാക്കണമെന്നും അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടൽ ആവശ്യമുണ്ടെന്നും മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു.